ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യൂസീൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 200 ഗ്രാം തൈര് ചേർക്കുക. ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഒരു പിടി പുതിനയില ചെറുതായി അരിഞ്ഞത് ചേർക്കുക. പച്ചമുളക് 15 എണ്ണം ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്. ഞാനിതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വേറെ സവാളയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ ഞാൻ 10 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ബിരിയാണിക്ക് സാധാരണ നമ്മൾ വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്യുക. 15 പച്ചമുളകാണ് ഞാനിതിൽ ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ചിക്കൻ മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓവർനൈറ്റ് മാരിനേഷൻ ആണ്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാള ഫ്രൈ ചെയ്യാം. ഓയിൽ നന്നായി ചൂടായാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർക്കുക. സവാള ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള മൊരിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കിസ്മിസ് ചേർക്കണം. സവാള ഈ ഒരു കളറായാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ആ ചൂടിൽ ഒന്നുകൂടി മൊരിഞ്ഞു വരും. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്ക, ബേ ലീഫ്, 2 സ്ലൈസ് ചെറുനാരങ്ങ ചേർക്കുക. വെള്ളം നന്നായി തിളച്ചാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത ബസുമതി റൈസ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 കപ്പ് റൈസിന് അതിൻ്റെ 5 ടൈംസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. ചെറുനാരങ്ങ ചേർത്തത് കൊണ്ട് ചോറിന് നല്ല തിളക്കവും നല്ല ഫ്ലേവറും കിട്ടും. ചോറ് നല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. റൈസ് ഇപ്പോൾ 75% കുക്കായിട്ടുണ്ട്. ഇനി ഞാനിത് സ്ട്രെയിൻ ചെയ്യാൻ പോവാം. നേരത്തെ പൊരിച്ചു വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചോറ് ദമ്മിടാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ചേർക്കുക. ചിക്കൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ.
ആദ്യത്തെ ലെയറിൽ പകുതി ചോറും ചേർത്ത് കുറച്ച് പൊരിച്ചു വെച്ച ഉള്ളിയും പുതിനയിലയും ചേർക്കുക. ബാക്കിയുള്ള റൈസ് ചേർത്ത് പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലായി പൊരിച്ചു വെച്ച ഉള്ളിയും കശുവണ്ടും കിസ്മിസും ചേർത്ത് കുറച്ച് പുതിനയിലയും ചേർക്കുക. ഇത് നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച ഓയിലാണ്. ഇതാണ് ഞാൻ ബിരിയാണീൻ്റെ മുകളിൽ ഒഴിക്കുന്നത്. ഇത് ബിരിയാണിക്ക് നല്ല ഫ്ലേവറാണ് കൊടുക്കുക. അതിൻ്റെ മുകളിലായി കുറച്ച് ബിരിയാണി മസാല വിതറി അടച്ചു വച്ച് ദമ്മിടുക. ഞാൻ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം 20 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ദം ചെയ്തത്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഇത് തുറക്കാവൂ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ മല്ലിയിലയുടെയും പുതിനയുടെയും ഒക്കെ ആ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. റൈസ് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കൂ. കാരണം ഇത് അത്രയ്ക്ക് എളുപ്പവും ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പുറമേ നല്ല മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ചിക്കൻ ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ.